തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിയുക്ത മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് ഇതാ ജനം TV സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നു. വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി അല്പസമയം മുമ്പാണ് പ്രഖ്യാപിച്ചത്. മേയർ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി രാജേഷ് ജനം TVയുടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനകം ഇതാ എന്നോടൊപ്പം ഇവിടെ അദ്ദേഹം നിൽക്കും. നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ് അഡ്വക്കേറ്റ് വി രാജേഷ് നഗരസഭയിലേക്ക് കൗൺസിലറായി എത്തുന്നത്. BJP സംസ്ഥാന സെക്രട്ടറിയാണ്. BJP തിരുവനന്തപുരം ജില്ലയുടെ മുൻ അധ്യക്ഷനാണ് വി രാജേഷ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് അഡ്വക്കേറ്റ് വി രാജേഷ് രാഷ്ട്രീയത്തിൽ സജീവമായത്. നമസ്കാരം. കടന്നു വരൂ. യെസ്, വലിയ സന്തോഷം. ഈ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിയില്ല. കാരണം എൻ്റെ അടുത്തിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ മേയറാണ് അല്ലേ. എത്ര കാലത്തെ പരിചയം? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സ്വപ്നത്തിലെങ്കിലും കരുതിയിരുന്നു ഇങ്ങനെ തിരുവനന്തപുരം നഗരസഭയുടെ അധ്യക്ഷനാവും മേയറാവുന്നൊക്കെ? ഇല്ല, മേയർ സ്ഥാനത്ത് എത്തുമെന്നോ മത്സരിക്കാൻ പാർട്ടി പറയുമെന്നോ കരുതിയിരുന്നില്ല. കഴിഞ്ഞ തവണ തന്നെ അപ്രതീക്ഷിതമായിട്ടാണ് അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻജി തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു തലയ്ക്ക് തലേ ദിവസമാണ് വിളിച്ചിട്ട് പൂജപ്പുരയിൽ മത്സരിക്കുന്നത്. ഞാൻ ഒരിക്കലും പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ഒരുപാട് ഒരു നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും മത്സരിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ഓടി കളക്കിയായിരുന്നു. വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു ചാർജ് ആർക്കെങ്കിലും കൊടുത്ത് മത്സരിക്കണം പറഞ്ഞു. ഭരണം കിട്ടാൻ സാധ്യതയുണ്ട്. അന്ന് മേയർ വനിതയാണ്, പക്ഷേ സീനിയേഴ്സ് അകത്ത് വേണം. അഥവാ പ്രതിപക്ഷമാണെങ്കിൽ പോലും സീനിയർ നേതാക്കന്മാർ അകത്തുണ്ടാകണമെന്നുള്ളൊരു തീരുമാനം പറഞ്ഞു. പെട്ടെന്ന് മത്സരിച്ചു. ഇത്തവണ മത്സരിക്കാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർജി ഒരു 3 മാസം മുമ്പ് പറഞ്ഞു രാജേഷൊക്കെ മത്സരിക്കേണ്ടി വരും, അപ്പോൾ തിരുവനന്തപുരം കൂടി ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെയാണ് മത്സരിച്ചത്. അപ്പോൾ ഭൂരിപക്ഷം കിട്ടി. സോ ഇന്ന് ഉച്ചയ്ക്കാണ് സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചിട്ട് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞു. ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതൊക്കെ ജനം TV ഒഴിച്ച് മറ്റു മാധ്യമങ്ങളൊക്കെ വലിയ വലിയ അഭ്യൂഹങ്ങളാണ് പ്രചരിപ്പിച്ചത്. പലരുടെ പേരും വന്നല്ലോ. അങ്ങനെ പലതും നഗരസഭ പിതാവുണ്ടാവോ മാതാവുണ്ടാവോ എന്നൊക്കെയായിരുന്നു വാർത്തകൾ പ്രചരിപ്പിച്ചത്. പക്ഷെ തീരുമാനം ഏകകണ്ഠമായിരുന്നില്ലേ? തീരുമാനമെടുത്ത ബോഡിയിൽ ഞാനില്ല. സ്വാഭാവികമായിട്ടും BJPയിൽ അഭിപ്രായങ്ങൾ പലതരത്തിൽ ചർച്ച ചെയ്യുമല്ലോ. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം നേതാക്കളും ഞങ്ങളിരിക്കുന്ന ഘടകങ്ങളിലൊക്കെ തന്നെ ഞങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ പറയും. പക്ഷേ തീരുമാനമെടുക്കുമ്പോഴേക്കും അത് പാർട്ടിയുടെ തീരുമാനം എന്നുള്ള നിലയ്ക്കാണ് എല്ലാ തീരുമാനവും. ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും 3-4 പേർ കൂടിയിരുന്നൊരു തീരുമാനം എടുക്കുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും ചർച്ചകൾക്ക് വേണ്ടി. അതിനുശേഷം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടിയുടേതായ തീരുമാനമാണ്. ഇപ്പോൾ നോക്കൂ, കോർപ്പറേഷനിൽ 50 കൗൺസിലർമാരാണ് അല്ലേ? 50 കൗൺസിലർമാർ. അത് ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ? തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായ സമയത്ത് എങ്ങനെയായിരുന്നു നഗരത്തിലുള്ളവരുടെ പ്രതികരണം? എങ്ങനെയായിരുന്നു? വളരെ വളരെ വലിയൊരു പ്രതികരണം. അതായത് ഇപ്പോൾ ഞാൻ മത്സരിച്ച വാർഡിലായാലും നഗരത്തിലെ മറ്റു വാർഡുകളിലൊക്കെ ചെല്ലുമ്പോഴേക്കും ജനം ഞങ്ങളെ കാത്തിരിക്കുന്നത് പോലെ. ഒരുപക്ഷേ നന്ദിഗ്രാമൊക്കെ പശ്ചിമ ബംഗാളിൽ ഉണ്ടാക്കിയ മാറ്റം പോലെ ജനങ്ങളൊരു മാറ്റത്തിന് ഒരു CPM-നെ റീപ്ലേസ് ചെയ്യാൻ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഘടകത്തെ കാത്തിരിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. മറ്റൊന്ന്, ഞങ്ങൾ വീടുകളിലേക്ക് പറയാൻ വേണ്ടി ചെന്ന കാര്യങ്ങൾ അവരിങ്ങോട്ട് പറയുകയാണ്. ഇപ്പോൾ കൊടുങ്ങാനൂർ എൻ്റെ വാർഡിൽ ചെന്നപ്പോഴേക്കും തെരുവ് നായ്ക്കളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുമെന്ന് ഉള്ള കാര്യം ഞാൻ പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥി കടന്നു വന്നത് ശ്രദ്ധിക്കാതെ വീടിൻ്റെ ഉള്ളിൽ ചിലരുണ്ടായിരുന്നു. ഞാൻ ഒരാളിനോടാണ് സംസാരിച്ചത്. തെരുവ് നായ്ക്കളെ ഞങ്ങൾ 1 വർഷത്തിനകം കൂട്ടിലടക്കി ഷെൽട്ടറിലടക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഈ അകത്തിരുന്ന വീട്ടമ്മമാരൊക്കെ കൂടെ ഇടയ്ക്ക് പുറത്തോട്ട് വന്നു. എങ്കിൽ ഞങ്ങൾ കോട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതായത് ഞങ്ങൾ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ കാത്തിരുന്നതാണ്. അത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച എക്സ്പീരിയൻസിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത സ്ലോഗൻസാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ വച്ച എല്ലാ കാര്യങ്ങളിലും, അതുപോലെ ഡെവലപ്മെൻ്റ് കാര്യം, പ്രധാനമന്ത്രി വരുമെന്ന് പറഞ്ഞത്, ഒളിമ്പിക്സിൻ്റെ ഏതെങ്കിലും ഒരു ഇനം തിരുവനന്തപുരത്ത് നടത്തുമെന്ന് പറയുന്നതൊക്കെ തന്നെ ജനങ്ങൾ കാത്തിരുന്നത് പോലെ ആ വോട്ട് അതൊക്കെയാണ് വോട്ടായിട്ട് ഒഴുകി വന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം അല്ലേ ജനങ്ങൾ വെറുത്തു, ഇത്രമാത്രം വെറുത്തു. മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയർ എന്നൊക്കെ കുട്ടിഘോഷിച്ച് ഒരു ആളെ കൊണ്ടുവരുന്നു. പാർട്ടിക്കാർക്ക് ഇടയിൽ തന്നെ അവർക്കെതിരെ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു അല്ലേ. അതും ഒരു ഘടകമായില്ലേ. ഇപ്പോൾ നോക്കൂ, BJP മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രവർത്തിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണസമിതിയുടെ പ്രവർത്തനം മോശമായതുകൊണ്ട് മാത്രമല്ല, അത് ജനങ്ങൾക്ക് അറിയാം. BJPയുടെ ഒരു മുന്നോട്ടുള്ളൊരു പോക്ക് അല്ലെങ്കിൽ ആ ഒരു വളർച്ച അല്ലേ, അത് ജനങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചില്ല. മാത്രമല്ല നേരത്തെ രാജേഷ് പറഞ്ഞതുപോലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക്
പരിഹാരമുണ്ടാക്കാൻ BJP നേതൃത്വത്തിന് സാധിക്കും എന്നൊരു ഉറച്ച വിശ്വാസവും അവരെ നിങ്ങളോട് അടുപ്പിക്കാൻ അല്ലേ ഒരു വലിയൊരു ഘടകമായില്ലേ? താങ്കൾ പറഞ്ഞതിൽ എല്ലാം വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ താങ്കൾ 5 വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ 5 ഒരു 40-45 വർഷത്തെ തുടർ ഭരണം. അതായത് ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കും, എതിരാളിക്ക് ഒരു പോരാളി ഇല്ല എന്ന തരത്തിലുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ടുള്ള എല്ലാ തെറ്റായ ചെയ്തികളും ചെയ്യുന്ന ഒരു ഭരണത്തിനെതിരെ ജനങ്ങൾക്ക് കൃത്യമായ ഒരു ഓൾട്ടർനേറ്റ് ഇല്ലാതെ അവർ കാത്തിരിക്കുകയായിരുന്നു 2015 വരെ. അപ്പോൾ കഴിഞ്ഞ 5 വർഷം വന്നപ്പോഴേക്കും ഒരിക്കലും പൊതുപ്രവർത്തകർ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ജനങ്ങളെ അങ്ങേയറ്റം തന്നെ അവരിൽ നിന്ന് അകറ്റിയിരുന്നു. ഇതേ സമയം ഈ ഞങ്ങൾ പ്രതിപക്ഷമായി 2015 വന്നതിന് ശേഷം ഈ വിഷയങ്ങളൊക്കെ തന്നെ ശക്തമായി ഉന്നയിച്ചുകൊണ്ട് 10 വർഷം ഒരു തപസ് പോലെ നടത്തിയ പോരാട്ടം. കഴിഞ്ഞ 5 വർഷവും സത്യത്തിൽ ഞങ്ങൾ രാവിനെ പകലാക്കിക്കൊണ്ടായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിരവധി കേസുകളൊക്കെ നേരിട്ടു. നടത്തിയ സമരങ്ങളൊക്കെ തന്നെ ജനഹൃദയങ്ങളിൽ ഓരോ നിമിഷവും ജനഹൃദയങ്ങളിൽ തറക്കുകയായിരുന്നു. അപ്പോൾ അവർ കൃത്യമായിട്ട് ഞങ്ങളിൽ അവർക്ക് കോൺഫിഡൻസ് ആയി. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഈ നഗരത്തിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തും. ഇത് BJP നേതാക്കന്മാർ മാത്രമല്ല, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇത് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ഇപ്പോൾ TP ശ്രീനിവാസ് സാർ അദ്ദേഹം BJP പ്രവർത്തകനല്ല, പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് ലോകപരിചയമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഉൾപ്പെടെ ഞങ്ങളുടെ വേദിയിൽ വരികയും ഇപ്പോൾ നമ്മുടെ വിജയരാമ സാർ BJP പ്രവർത്തകനല്ല, പക്ഷേ വിജയരാമ സാർ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഞങ്ങളുമായി സഹകരിക്കാൻ തയ്യാറായി. ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ജോർജ് ഓണക്കൂർ സാറും ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ കൂടി വന്നപ്പോഴേക്കും ഞങ്ങളുടെ മുന്നേറ്റത്തിന് വേഗത വർദ്ധിച്ചു. അപ്പോൾ ജനങ്ങൾ കൃത്യമായി ഞങ്ങളെ വിശ്വസിച്ചു. ഞങ്ങൾ വളരെ വിനയപുരസ്സരം ആ ജനവിധി ഞങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. രാജേഷ്, വികസിത ഭാരതം എന്ന ഒരു അജണ്ട മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് അല്ലേ? ഇപ്പം നോക്കൂ, രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷം മുന്നോട്ട് വെച്ചത് വികസിത കേരളമാണ്. അതുപോലെ തന്നെ പ്രസക്തമാണ് വികസിത തിരുവനന്തപുരം. കാരണം തിരുവനന്തപുരത്തിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യമൊക്കെ അല്ലേ ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരങ്ങളിൽ ഒന്നാണ്. അപ്പോൾ വലിയൊരു ദൗത്യമാണ് താങ്കൾ നിക്ഷിപ്തമായിരിക്കുന്നത്. അല്ല, ഞാൻ വ്യക്തിപരമായിട്ടല്ല, അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. കാരണം ഇപ്പം നരേന്ദ്രമോദി വികസിത ഭാരതം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം വികസിക്കാതെ അല്ലെങ്കിൽ കൊച്ചി വികസിക്കാതെ ഭാരതത്തിൻ്റെ വികസനം പൂർത്തിയാവുകയില്ല. അപ്പോൾ തിരുവനന്തപുരം BJPയുടെ കയ്യിൽ ഭരണം എത്തുമ്പോൾ ഇത് BJP നേതാക്കന്മാർക്കും BJP പ്രവർത്തകർക്കും മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഭരണാധികാരികൾക്കും ഇത് ബാധകമാണ്. തിരുവനന്തപുരത്ത് BJP ഭരണത്തിലെത്തുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ്. കാരണം നരേന്ദ്രമോദിയുടെ പ്രതീക്ഷയ്ക്ക്, കേന്ദ്ര ഗവൺമെൻറ് പ്രതീക്ഷയ്ക്കനുസരിച്ച് BJPയുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഈ നഗരത്തെ മാറ്റിയെടുക്കുക, ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസവും നിമിഷവും വിശ്രമിക്കാതെ, അതായത് ഒരു 18-19 മണിക്കൂർ ഒരു ദിവസം കഠിനാധ്വാനം ജനങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്താൽ മാത്രമേ ഈ 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിലൊന്നാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഞങ്ങൾക്കൊരു അസറ്റായി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ട്. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പദ്ധതികളുണ്ട്. കേന്ദ്ര പാർട്ടിയുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കും. നോക്കൂ, അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ചെന്നൈയിൽ ഓരോ 5 മാസം കഴിയുമ്പോഴും പുതിയ വികസന പദ്ധതി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ വികസന പദ്ധതികൾ അവിടെ വരുന്നത് അല്ലേ? അപ്പോൾ നോക്കൂ, ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ കൂടെ സഹകരണം അനിവാര്യമല്ലേ? കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നിങ്ങൾക്ക് കൗൺസിൽ ഹാളിൽ നിരന്തരം നിങ്ങൾക്ക് അടികൂടേണ്ടി വന്നു അല്ലേ? അതെല്ലാം ജനങ്ങൾ കണ്ടതാണ്. പ്രതിപക്ഷം പറയുന്ന ഒന്നും അംഗീകരിക്കാത്ത ഒരു മേയർ അല്ലെങ്കിൽ CPMൻ്റെ സംവിധാനം അങ്ങനെയാണല്ലോ, ഒരു കാരണവശാലും അംഗീകരിക്കില്ല, ഉൾക്കൊള്ളില്ല. അപ്പോൾ ഈ പ്രതിപക്ഷത്തെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയല്ലേ മുന്നോട്ട് പോവുക? തീർച്ചയായും താങ്കൾ ചോദിച്ച ഏറ്റവും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ച ചോദ്യമാണ്. കാരണം ഇന്ന് പല മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു, പ്രതിപക്ഷത്ത് വളരെ കരുത്തരായ നേതാക്കന്മാർ വന്നിട്ടുണ്ട്, അതൊക്കെ ഒരു ചലഞ്ചല്ലേ? ഞാൻ പറഞ്ഞ് വളരെ സന്തോഷകരമായിട്ടാണ് ഞാൻ ആ സിറ്റുവേഷനെ കാണുന്നത്. കാരണം അനുഭവ സമ്പത്തുള്ളവർ, മുൻ MLA ഉൾപ്പെടെ ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ മുൻ മേയറുണ്ട്, മുൻ ഡെപ്യൂട്ടി മേയറുണ്ട്, അതുപോലെ തന്നെ CPMൻ്റെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിക്കുന്ന നല്ല അനുഭവ സമ്പത്തും വിദ്യാസംഘടനാ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ ഒരു മുതൽക്കൂട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ആരോഗ്യകരമായ സംവാദങ്ങൾ നടക്കും. സോ അവരുടെ അനുഭവ സമ്പത്ത്, അപ്പോൾ ഇവരൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ വികസനത്തിൻ്റെ അവരൊക്കെ തന്നെ വാർഡുകൾ വോട്ട് തേടിയിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഈ വാർഡിനെ വികസിപ്പിക്കും, അതിന് ഞങ്ങൾ കൂട്ടുനിന്ന് കഴിഞ്ഞാൽ ഭരണപക്ഷം അതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചാൽ അക്കാര്യങ്ങൾ സഹകരിക്കാമല്ലോ. ആശയപരമായുള്ള ഇല്ലെങ്കിൽ ഞങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കുന്ന രീതിയിലുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആകാം, പക്ഷേ വികസന കാര്യങ്ങൾ നമുക്ക് സഹകരിക്കാം. അങ്ങനെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് വന്നിട്ടുള്ള അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാരെ ഉൾപ്പെടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക.